+2 അനുവദിക്കാൻ UDF നേതാക്കൾ കോഴ ചോദിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യം അന്വേഷിച്ച് ഞങ്ങൾ ചില സ്കൂൾ മാനേജർമാരെ സമീപിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന മൂവർ സംഘമാണ് വിലപേശൽ നടത്തിയതെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. അതേസമയം കോഴക്കാര്യം സ്ഥിരീകരിച്ച മാനേജർമാർ ആരും ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല. കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ നൽകിയവയിൽ എലത്തൂർ CMC സ്കൂളിനൊഴികെ ഇത്തവണ +2 അനുവദിക്കപ്പെടുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് ഒരു മാനേജർ പറഞ്ഞു. ഇതിന്റെ കാരണം തേടിയപ്പോൾ ജില്ലാ ലീഗ് നേതൃത്വത്തിന് താൽപര്യമില്ലാത്തതുകൊണ്ടാണെന്നായിരുന്നു മറുപടി. പിന്നെ കോഴയുടെ സ്ഥിരീകരണത്തിനായി നേരെ CMC സ്കൂൾ മാനേജറുടെ അടുത്തേക്ക്. കോഴ ആവശ്യപ്പെട്ട വിവരം CMC സ്കൂൾ മാനേജർ രാജൻ സ്ഥിരീകരിച്ചു. ഇത് തുറന്നു പറഞ്ഞാൽ +2 നഷ്ടപ്പെടുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു. രാജൻ അറിയാതെയാണ് അദ്ദേഹവുമായുള്ള സംഭാഷണം ഞങ്ങൾ പകർത്തിയത്. ഇവര് മന്ത്രിയുടെ ആളുകൾ, ഔദ്യോഗിക ആളുകൾ തന്നെയാണ്. രണ്ട് അധ്യാപക തസ്തികകൾ വേണമെന്നാണ് ലീഗ് നേതാക്കളായ ഇടനിലക്കാർ പറഞ്ഞത്. ഇവരോടൊപ്പം മലപ്പുറത്ത് പോയി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയെ കണ്ടു. ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കുട്ടി എന്നെ ആൾക്കാരെടുത്ത് പോയി. എവിടെ പോകുന്നത്? തങ്ങളെ ജനറൽ സെക്രട്ടറിയാണ്. KPM മജീദോ? മൂപ്പരാണ് നമുക്ക് തരാമെന്നുള്ള വാഗ്ദാനം ചെയ്തത്. ഇതിനു പുറമെ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും പണം ആവശ്യപ്പെട്ടു. പ്രാദേശിക നേതൃത്വത്തിന് പൈസ ഞാൻ പറഞ്ഞില്ലേ, ഓഫീസ് പൊളിച്ചുണ്ടാക്കണമെങ്കിൽ 4 ലക്ഷം രൂപ വേണം. അത് നിങ്ങൾ തരണം. രാജൻ പറഞ്ഞതുപോലെ പ്രാദേശിക നേതാക്കൾക്ക് കോഴ നൽകാതിരുന്നാൽ +2 അപേക്ഷ നിരസിക്കപ്പെടുമോ? ഇതറിയാനാണ് സർക്കാർ പുതിയ +2 പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. പട്ടിക വന്നപ്പോൾ എല്ലാ സൌകര്യങ്ങളും ഒരുക്കി +2വിനായി കാത്തിരുന്ന CMC സ്കൂൾ പുറത്ത്. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് തന്നെ വിജയിച്ചു. മലബാറിലെ +2 ഉപരിപഠന സൌകര്യത്തിനായുള്ള പൊതുസമൂഹത്തിന്റെ മുറവിളി വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കൾ നന്നായി ചൂഷണം ചെയ്തുവെന്നാണ് ഈ മാനേജറുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സഞ്ജു പട്ടമലിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.